വിധത്തിൽ വർക്ക് ചെയ്ത് പക്ഷെ കാര്യമായിട്ടൊന്നും തേടിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇത്രയും കാലത്തില്ല. ഇവിടെ എത്ര പേര് ഗുരുസ്തോത്രം വൈകാതെ പഠിച്ചിട്ടുണ്ട്? ടീച്ചർമാർക്കറിയാം, ടീച്ചറിനറിയാം, കമ്മിറ്റി മെമ്പേഴ്സിനോട് എത്ര പേര് ടീച്ചേഴ്സ് എന്തായാലും പഠിക്കില്ല. കണക്റ്റഡ് വിത്ത് ദ സബ്ജക്ട്. വിഷയം മെമ്പേഴ്സ് എത്ര പേർക്ക് ഗുരുസ്തോത്രം അറിയാം? കാണാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഗുരുസ്തോത്രം അതിലേക്കാണ് ഗുരുദേവന്റെ സ്വന്തം ബുക്കുകൾ, ഗുരുദേവൻ എഴുതിയ ബുക്കുകൾ. എവിടേക്ക് പ്രഭാഷണങ്ങളുണ്ടോ, എവിടേക്ക് ക്ലാസ്സുകളുണ്ടോ അതിലെല്ലാം നമ്മൾ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ആദ്യത്തെ പാവയുടെ സ്വഭാവം നമ്മുടെ കേസിട്ട് ഇതിലൂടെ വിടും അല്ലേ? നമ്മളെന്ത് ചെയ്യണം? പിന്നെ ചിലവരുണ്ട് പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ചിദാനന്ദപുരി സ്വാമിയുടെ സ്വാമിയുടെ ക്ലാസ് കേട്ടിട്ട് എന്ത് പറയും? ഇന്ന് നല്ല ഇന്നലെ ക്ലാസ് ആയിരുന്നു എന്നുള്ളത് പറയും. രണ്ടാമത്തെ പാവയുടെ സ്വഭാവം എന്താ പറയുക? നല്ലതായിരുന്നു എന്നും പറഞ്ഞു നടക്കും. നമ്മള് സ്വാമിജി പറഞ്ഞു നമ്മൾ എങ്ങനത്തെ ആളുകളായിരിക്കണം? ഉള്ളിലേക്ക് എടുത്ത് മനനം ചെയ്തിട്ട് നമ്മൾ ആരാണ് എന്ന് കണ്ടെത്തി അതും ജീവിക്കുന്നത്. അല്ലെങ്കിൽ വരുന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കും? കാരണം എന്തുകൊണ്ട് ആളുകൾ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറത്തുകൊണ്ടാണ്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആളുകൾ വരും. ഒരു മഹാത്മാവ് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരും വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി മാറിയതുകൊണ്ടാണ്. അല്ലാതെ പറ്റത്തില്ല. നമ്മളെ ഓരോരുത്തരും വേദാന്തത്തിൽ പറയുന്നു നമ്മൾ വ്യക്തി സ്വപ്നാവസ്ഥ എന്ന് പറയും. നമ്മള് സമഷ്ടിയായിട്ട് മാറണം. ആ ചിന്ത സമഷ്ടി മനസ്സായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെ സാധിക്കുള്ളൂ? ഇതിലൂടെ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിലൂടെ നമ്മൾ ഓരോ ബുക്ക് തീർക്കുന്നതിനുള്ള കാര്യം ഓരോ പാരഗ്രാഫില് എന്താണ് മൂല്യമായിട്ട് അതിനൊന്നും മനനം ചെയ്യുക. കാരണം ഇനി നമുക്ക് എത്ര വർഷങ്ങൾ എത്ര ദിവസങ്ങളും ഒന്നും അറിയില്ല. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഈ സത്യത്തെ അറിയാൻ സാധിക്കും. കാരണം ഒരു വിശ്വഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമിയും നമ്മളെ കണ്ടെത്താൻ സാധിച്ചു. ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായി. ആ സ്റ്റഡി ഗ്രൂപ്പിലൂടെ ഗുരു പറഞ്ഞത്, കാരണം ഗുരു തത്വത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഗുരു എന്താണോ പറഞ്ഞത് ആ തത്വത്തിൽ അനുസരിച്ച് നമ്മൾ ജീവിതത്തിലൂടെ സഞ്ചരിച്ച, ആ വാക്കിലൂടെ സഞ്ചരിച്ച തീർച്ചയായിട്ടും ഗുരുവിന്റെ സാധിക്കും എന്നാണ്. ഭഗവത്ഗീതയ്ക്ക് പ്രചാരം കൊടുത്ത സ്വാമി ചിന്മയാനന്ദജി. സ്വാമി ചിന്മയാനന്ദജിയുടെ ജ്ഞാനയജ്ഞങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു കൂട്ടം ആളുകളാണ് സ്റ്റഡി ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ എല്ലായിടവും ഈ സ്റ്റഡി ഗ്രൂപ്പിന്റെ പ്രവർത്തനം വിപുലമാക്കിയപ്പോഴാണ് ചിന്മയ മിഷൻ തന്നെ വളർന്ന് ഇപ്പോൾ കാണുന്ന ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആഗോള വ്യാപകമായിട്ട് മാറിയത്. ആദ്യമായിട്ട് ഈ സ്റ്റഡി ഗ്രൂപ്പിന് രൂപം കൊടുത്തത് എനിക്ക് തോന്നുന്നത് 1957 ഡൽഹിയിൽ വെച്ച് മാർച്ച് മാസത്തിൽ നടന്ന ഒരു ജ്ഞാനയജ്ഞത്തിലാണ് സ്വാമിജി ഇതിനെ കുറിച്ച് പറഞ്ഞത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, സ്വാമിജി പറഞ്ഞതുപോലെ മനനം ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. അപ്പൊ ആ ഒരു സംസ്കാരം രൂപീകരിക്കപ്പെടുന്നു. ആ ആർജിത സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ഈ മറ്റുള്ളവരുമായിട്ട് സംവദിക്കാനും ആശയവിനിമയം നടത്താനും അതുവഴി ഈ ആശയങ്ങൾ ഇങ്ങനെ എല്ലായിടവും പരക്കാനും ഇടയായി. അങ്ങനെ ഇടയായതിന്റെ വെളിച്ചത്തിൽ എല്ലായിടവും ഉണ്ടായ ഒരു വളരെ ശക്തമായ ഒരു ചിന്മയ മിഷന്റെ ഒരു വകഭേദമാണ്, ഒരു പ്രവർത്തനമാണ് ചിന്മയ സ്റ്റഡി. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയാൻ ആളല്ല. സ്വാമിജി എല്ലാ വിവരങ്ങളും പറഞ്ഞു, സുധീഷ്ജി പറഞ്ഞു, അതുപോലെ ടീച്ചർ പറഞ്ഞു.